ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചർച്ച വിഷയമായി പോകുന്ന കാര്യമാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ റീൽസ് ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം. ശരിക്കും ജാസ്മിൻ ജാഫർ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിനെ ഒരു രീതിക്കും ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നോക്ക്, ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു യുവതിയാണെന്ന് കരുതിക്കോ. ശരി, ഇത് ഇപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. പിന്നെ ക്രിസ്ത്യനോ ഇനി ആരും ആയിക്കൊണ്ട് പോട്ട്, ക്ഷേത്രം, മോസ്ക്, ചർച്ച്, ഇതെല്ലാം എന്തിനാണുള്ളത്? പ്രാർത്ഥിക്കാനും മനുഷ്യൻ്റെ മനസ്സമാധാനത്തിന് പറ്റിയ ഒരിടമാണ് ഈ ഒരു ആരാധനാലയങ്ങളെന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് വന്നിട്ട് സെൽഫി എടുക്കുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല, ഫോട്ടോ എടുക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി ഞങ്ങൾ കുറിയിട്ട് നിൽക്കണം എന്നുള്ള കാര്യം വെച്ച് അങ്ങനെ ഒരു ക്ലിക്ക് എടുത്താൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ക്ലിക്കല്ലേ, ഫോട്ടോ നോക്കി, അങ്ങനെ അത് ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് റീലെടുക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ വരിക, ഷൂട്ടിങ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ മോശമായൊരു കാര്യമാണ്. റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം വരിക എന്നുള്ളൊരു കാര്യം ഒരു രീതിക്കും പറ്റത്തില്ല. പിന്നെ ജാസ്മിൻ ജാഫറിനെ പറ്റിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ ജാഫറിന് ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യത്തിനാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ജാസ്മിൻ ജാഫറിനെ കൊണ്ട് ഈ ഒരു സംഭവം കൊറിയോഗ്രാഫി ചെയ്യുന്ന ആരാണ്, ഷൂട്ടിംഗ് ചെയ്യുന്ന ആരാണ്, ഇതിൻ്റെ തീം അറേഞ്ച്മെൻ്റ് ആരാണ്, ആ ടീം ആ ക്ഷേത്രത്തിലും ക്ഷേത്രക്കുളങ്ങളിലും ഇറങ്ങി ഷൂട്ടിംഗ് ചെയ്യാനുള്ളൊരു പെർമിഷൻ മേടിക്കണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരു പെർമിഷൻ ഇവിടെ കിട്ടിയിട്ട് പോലും ഇല്ലെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചൊരു കാര്യം. പിന്നെ ജാസ്മിൻ ജാഫർ കേൾക്കാനായിട്ട് പറയുകയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒരു ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നുള്ളൊരു പെൺകുട്ടി എന്ന നിലയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ടൊരു കാര്യമുണ്ട്. മനസ്സിലായില്ലേ? അത് ചെയ്യണം, അതൊരു മാന്യതയാണ്. അല്ലാതെ ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്കെന്ത് വേണമെങ്കിലും ആകാം, ഞാൻ എന്തും ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ അത് വിമർശനങ്ങളും വിവാദങ്ങളിലേക്കും അപ്പുറം വളരെ മോശമായ കാര്യമായിട്ട് എനിക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ പറയുന്ന ഈ ഞാനായിരുന്നു നിങ്ങൾക്കറിയാവോ? ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിച്ച സമയത്ത് ജാസ്മിന് വേണ്ടി അതിശക്തമായിട്ടൊരു ആർമി പേജ് കൊണ്ടുപോയ വ്യക്തിയാണ് ഞാൻ എന്നും പറഞ്ഞ് എന്തും അങ്ങ് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തതാണ് എനിക്ക് പറയേണ്ടത്. പിന്നെ ജാസ്മിൻ ഇപ്പം ഈ ഒരു കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും കുളത്തിലും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ജാസ്മിൻ ഒരു പള്ളിയിൽ ചെന്ന്, മോസ്കിൽ ചെന്ന് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? അവിടെ റീലെടുക്കാൻ പറ്റത്തില്ല? അറിയാമല്ലോ അത് മതപരമായിട്ടുള്ള ഒരു തെറ്റ് കാര്യങ്ങളൊക്കെയാണെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ജാസ്മിൻ്റെ വിഷയം തൽക്കാലത്തേക്കൊന്ന് മാറ്റിയിരിക്കട്ടെ. ഇതേ കണക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി റീൽസ് ഷൂട്ടിംഗ് ചെയ്യുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയല്ല ഒരു റീൽ എടുക്കുന്നത്, അവിടെ നിങ്ങൾ അഭിനയിക്കുന്നത്. ഇതെന്താണിത്? അഭിനയത്തിൻ്റെ വല്ല സ്റ്റുഡിയോ ആണോ ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്? അതോ നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണോ? ശ്രീകൃഷ്ണ ഭഗവാനെ അത്രയേറെ ഭക്തിയോടും ബഹുമാനത്തോടു കൂടും ആദരിക്കുന്ന ഒരിടമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടവും കൂടാണ് ഈ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു തലമുറകളുടെ മാറ്റങ്ങളും ചില ആളുകളുടെ പ്രവൃത്തികളും ഏത് രീതിക്ക് മോശമായി പോവുകയാണെന്ന് സ്വയം തിരിച്ചറിവ് പോലും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ആളുകളൊക്കെ എന്ന് മാത്രം എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു തിരിച്ചറിവില്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഒരു തിരിച്ചറിവ് പോലും ഇല്ല. അത് ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുതൽ ഫോട്ടോ എടുക്കുക. ഇപ്പം വടക്കുന്നാഥ ക്ഷേത്രം, അവിടെ വെച്ച് അതിൻ്റെ ഒരു പരസ്യം വെച്ച് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാറുണ്ട്, റീൽ ഷൂട്ട് ചെയ്യാറുണ്ട്. അതെന്നും പറഞ്ഞ് അത് ഒരുപാട് അകലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളെ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇത് ഗുരുവായൂർ എന്നൊക്കെ പറയുമ്പോൾ അത് അധികം സ്പേസ് പോലും ഇല്ല. അതൊരു ഒരു ഒരു തുച്ഛമായ ഇടങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഭക്തർക്ക് വരണം, അവിടെ ആനകൾക്ക് വരണം, അങ്ങനെ ഒരു ക്ഷേത്ര കോമ്പൗണ്ടാണ് അവിടെ നിന്ന് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളോടൊന്നും ഒരു യോജിപ്പില്ല. പിന്നെ ജാസ്മിൻ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി എന്ന് പറയുന്ന ആ ഒരു സംഭവം അവരുടെ ഒരു മതവിശ്വാസ പ്രകാരമൊക്കെ ആ ക്ഷേത്രക്കുളത്തിന് മലിനമാക്കപ്പെടുന്ന രീതിക്ക് വേണമെങ്കിലും അവർ ചിന്തിക്കുമായിരിക്കും.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ട് കടവാണ്. ഭഗവാനെ കൊണ്ട് ആറാടുന്നൊരു കടവാണ്. അവിടെയാണ് ഒരു ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട യുവതി വന്ന് കാല് കഴുകിയെന്നൊക്കെ പറയുമ്പം അവരുടെ ഒരു ക്ഷേത്ര നടത്തിപ്പുകാരുടെയൊക്കെ ഒരു ഇത് പ്രകാരം എങ്ങനെ അവർക്ക് ഒരിത് കാണും, അത് അങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇവിടെ 2-3 കമൻറ്റ് കണ്ടു, ക്ഷേത്ര കുളത്തിലിറങ്ങി കുളിക്കുന്നതോ എന്നുള്ള കാര്യങ്ങളിങ്ങനെ കണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. മതപരമായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്നിട്ട് ക്ഷേത്രത്തിൽ ഇറങ്ങി കുളിക്കുന്നത് വേറെ, റീൽസിന് വേണ്ടി വന്ന് കാല് കഴുകുന്നത് വേറെ. രണ്ടും രാപ്പകൽ വ്യത്യാസമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. 2 പ്രവർത്തികളിൽ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഇതാക്കുക. കൊച്ചു കുട്ടികൾ കുളിക്കും, മുതിർന്ന ആൾക്കാർ കുളിക്കും. അത് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയായിരിക്കും, ക്ഷേത്രത്തിൽ വന്നിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇസ്ലാമിക യുവതി വന്നിട്ട് അവിടെ കാല് മുക്കി എന്നൊക്കെ പറയുമ്പം അതെന്തിനാ ഒരു പ്രവൃത്തിയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാനിവിടെ ജിൻഡോയുടെ ആ ഒരു മോഷണ കേസിനെ പറ്റി ഇവിടെ വീഡിയോ ചെയ്തു. അത് ജാസ്മിനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നാളെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജാസ്മിൻ ജാഫറിന് ഒരു വിചാരം വേണം. താൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലൊരു മര്യാദ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സാണ്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. പിന്നെ ജാസ്മിൻ ജാഫർ അവിടെ കാല് കഴുകിക്കൊണ്ട് അതൊരു മനുഷ്യസ്ത്രീയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിലേ മതപരമായിട്ട് ചില കാര്യങ്ങളുണ്ട് ഇവിടെ. അതിനെ തെറ്റിക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർമ്മിച്ചു കൊള്ളുകയാണ്. ഓരോ മതങ്ങളിലും ഓരോ മതവിശ്വാസ നിയമങ്ങളുണ്ട്. അതൊരിക്കലും അന്യമതസ്ഥർ വന്ന് തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ജാസ്മിൻ ജാഫർ ഒരു ക്ഷേത്രത്തിൽ പോയി തനിക്ക് റീൽ ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ള നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെയ്യാം, പക്ഷേ പെർമിഷൻ മേടിക്കണം. അതിനുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പൊതുവെ സ്വീകരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫോട്ടോഷൂട്ട്, റീൽ ഷൂട്ട് ഇതൊക്കെ നിർത്തിയെന്നും പറഞ്ഞുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ വേറെയും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലും മനസ്സിലാക്കാത്ത ജാസ്മിൻ ജാഫറിനോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുറച്ചെങ്കിലും തിരിച്ചറിവ് പല കാര്യങ്ങളിലും വേണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി ഒരിക്കലും പെർമിഷൻ മേടിക്കാതെ ഒരു ക്ഷേത്രങ്ങളിൽ പോയി ഇത്രയും ഷൂട്ടും കാര്യങ്ങളും നടത്തരുതെന്നതിനപ്പുറം അവിടുത്തെ മതവിശ്വാസ ദൈവികപരമായ കാര്യങ്ങളിൽ തൊടുമ്പോഴോ സ്പർശിക്കുമ്പോഴോ ക്ഷേത്ര അധികാരികൾ, ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ എന്ത് വേണം, അനുവാദം വേണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള ഒരു സ്വയം തിരിച്ചറിവും കൂടി വേണം. ഇതൊന്നുമില്ലെങ്കിൽ ജാസ്മിൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല. സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയുള്ള പറയാനായിട്ട് ജാസ്മിൻ ജാഫർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം തെറ്റാണ് ഇത്രയുള്ള പറയാനായിട്ട്.